ക്ഷേമ പെൻഷൻ വിവാദത്തിൽ UDF-നെ വെല്ലുവിളിച്ച് മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്. UDF കാലത്ത് 2014 സെപ്റ്റംബർ മുതലുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തതിന് നാൾ വഴി പറയാനാണ് വെല്ലുവിളി. ആർ സീത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സീത്ത്, അവിടെ നിലമ്പൂരിൽ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളിൽ, ഒന്ന് ക്ഷേമ പെൻഷനും, രണ്ട് CPM നേതാക്കൾ മലപ്പുറത്തെ അധിക്ഷേപിക്കുന്നു എന്ന UDF-ന്റെ പ്രതികരണവുമാണ്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാവുന്നതിനിടയ്ക്കാണ് നമുക്ക് ക്ഷേമ പെൻഷനിൽ ചർച്ചയാകാം, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്ന ഐസക്കിന്റെ ഫേസ്ബുക്ക് വെല്ലുവിളി, അല്ലേ ശ്രീത്? ഹാഷ്മി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക UDF കാലത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ആ UDF കാലത്ത് പെൻഷൻ കുടിശ്ശിക ഇല്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വാദങ്ങൾ UDF നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ഇതിന് മറുപടിയായാണ് ഡോക്ടർ തോമസ് ഐസക്, അന്നത്തെ ധനമന്ത്രിയായ തോമസ് ഐസക് ചില വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. 2014 സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ടുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവിൻ്റെ തെളിവില്ലെങ്കിലും ആ ഉത്തരവിൻ്റെ നമ്പറോ തീയതിയോ വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് നടത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 2014 ഓഗസ്റ്റിൽ ഓണം പ്രമാണിച്ച് തപാൽ വകുപ്പ് വഴി ഈ ക്ഷേമ പെൻഷൻ നൽകാൻ ഏൽപ്പിച്ചിരുന്നു. അതിൽ എത്ര ഗുണഭോക്താക്കൾക്ക് ആ പണം കിട്ടി, അല്ലെങ്കിൽ എത്ര കണ്ട് ആളുകൾക്ക് കിട്ടാതിരുന്നു തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയും വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയാണ് തോമസ് ഐസക് ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. KC വേണുഗോപാൽ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൈക്കൂലിയായി കൊടുക്കുന്ന ആരോപണത്തെ തുടർന്ന് നിലമ്പൂരിൽ ഈ പെൻഷൻ വിതരണം ഒരു പ്രധാനപ്പെട്ട ചർച്ചയാക്കി മാറ്റാൻ CPM LDF ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമുള്ള ഈ വെല്ലുവിളികൾ. ഓക്കെ, ആർ ഷീത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത് വീണ്ടും ചർച്ചയാകുമ്പോൾ എത്രമാത്രം കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ 18 മാസമാണോ, അതോ അത് ജനുവരി അല്ലെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി, അങ്ങനെ 2 മാസമാണോ? അങ്ങനെയുള്ള പല രീതിയിലുള്ള നിയമസഭാ രേഖകൾ ഇത് ഓരോന്ന് പറയുന്നതിന് ആധാരമായി വരുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം ആ കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടാകുമല്ലോ.